ഹായ് മക്കളുമാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? എൻ്റെ പപ്പായയില്ലേ ഒരു പപ്പായ പിടിച്ചേ, ഒന്നല്ല രണ്ടു മൂന്നെണ്ണം പിടിച്ചു. അതിൽ ഒരെണ്ണം നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നു. ഞാനതിനെ ഇന്ന് പറിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ ഞാൻ ചെത്തിയപ്പോൾ നല്ല കളറ്, നല്ല മധുരമുള്ള പപ്പായ കേട്ടോ, വലിയ പപ്പായ. അതിനെ കട്ട് ചെയ്തപ്പോഴത്തേനെ അതിൻ്റെ ഈ പോർഷൻ കണ്ടില്ലേ, ആ പോർഷൻ അങ്ങ് പഴുത്ത്, മറ്റേ ബോട്ടം അത്ര പഴുത്തിട്ടില്ല. അതിനെ രണ്ടിനെ സെപ്പറേറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം, പഴുത്തതും പഴുക്കാത്തതും, അധികം പഴുക്കാത്തതും. എന്നിട്ട് നമുക്ക് അധികം പഴുത്തതിനെ അങ്ങ് ജ്യൂസ് അടിക്കാം. ജ്യൂസ് അടിച്ചിട്ട് ഈ ജ്യൂസ് അടിക്കുന്നതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നത് തേനാണ്. സ്വല്പം തേനും കൂടെ ഞാൻ അതിനകത്തോട്ട് ഒഴിക്കും. തേനും കുറച്ച് മിൻറ്റും കൂടെ. മിൻറ്റ് ഇതില്ലേ, മിൻറ്റിൻ്റെ ഇലയും കൂടെ ഇട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കും. എന്നിട്ട് അതിനെ അടിക്കും. ഭയങ്കര ടേസ്റ്റാണ്. മധുരം കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടെ ഒഴിക്കാം. അതല്ല, തേനില്ലെങ്കിൽ പഞ്ചസാര ഇട്ടാലും മതി. ഞാൻ തേനുള്ളത് കൊണ്ട് തേൻ എടുത്തതാണ്. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് പപ്പായ ജ്യൂസ് അടിച്ച് ഒഴിച്ചാൽ അടിപൊളി. പിന്നെ ഇത് ഒരുപാട് വൈറ്റമിനുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടെയാണ്. അപ്പം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നിങ്ങളും പപ്പായ ഇതേ പോണം ജ്യൂസ് അടിച്ചിട്ട് അതിനകത്തൊരു പുതിനയുടെ ഇലയൊക്കെ പറിച്ചിട്ട്, ഭയങ്കര ടേസ്റ്റാണ്. നല്ല ഡൈജഷനായിരിക്കും, നല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ചെയ്യും. അടിപൊളിയാണ്. ഒരു ഗ്ലാസ് കുടിച്ച് നോക്കട്ടെ ഞാൻ. അടിപൊളി. ഓക്കേ, ബായ്.